ഹലോ എവറിബഡി വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക്. ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രാവിലെ നിങ്ങൾ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തല്? നമ്മളൊരു എന്താ പറയുക, പൊതുവെ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ ആയി തുടങ്ങി, നിങ്ങൾക്ക് മക്കൾ എണീക്കാൻ ഭയങ്കര മടിയേക്കാരം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മോളോ കുട്ടിയെ നീച്ചെണീക്കാൻ ഒറ്റൊന്നും കേൾക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സിസ്റ്റം പറയട്ടെ, മക്കളെ കൊണ്ടുത്തരുന്ന സിസ്റ്റം. എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ പോയിക്കാണ്ട് മോളിനെ നീപ്പിച്ചാണി അല്ലെങ്കിൽ അഫ്രൂനെ നീപ്പിച്ചാണി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പറയില്ല, ഞാൻ ആദ്യം ചെല്ലും അവരുടെ അടുത്തൊന്ന് പോയി കിടക്കും. അവരെടുത്ത് അവർ ബെഡിൽ പോയി കാണാൻ നമ്മളൊന്ന് കിടക്കും. കിടന്നതിന് ശേഷം എന്ത് ചെയ്യും, അവരൊന്ന് ഹഗ് ചെയ്യും, നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ച് കാണാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇക്കിളിയാക്കി കണ്ട് വെച്ച് കുട്ടിയെ അല്ലെങ്കിൽ അഫർ കുട്ടിയെ അല്ലെങ്കിൽ മോളോ എന്നങ്ങനെ വിളിച്ച് കാണും. എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അവരെ സോപ്പിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവർ ചോദിക്കും, ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പുറ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ വിളിച്ചു മതി എന്ന് വെച്ചാൽ അവർ ഉറക്കത്തിൽ ചെറിയൊരു പാതി മയക്കത്തിലാണെങ്കിൽ കൂടി എന്ത് ചെയ്യും, എന്ന് പറഞ്ഞാൽ തല കെട്ടിൽ തുടങ്ങും. അങ്ങനെ എന്താ വെച്ചാൽ അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്തൊക്കെ എനിക്ക് പോകണ്ടേ, മദ്രസക്ക് പോകേണ്ട എത്രങ്ങനെ സമയമായി മുത്തുമണിയെ അങ്ങനെയൊക്കെ പറഞ്ഞ് നീച്ചണം, പല്ലേക്കണം, കുളിച്ചണം, അങ്ങനെ ഒരുപാട് സ്റ്റോറികളൊക്കെ പറഞ്ഞു കൊടുത്ത് മിനിമം നമുക്കൊരു 2-3 മിനിറ്റ് എന്ത് ചെയ്യുക, എങ്ങനെയായാലും മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അവരൊക്കെ കെട്ടിപ്പിടിച്ച് പറ്റുകയാണെങ്കിൽ താങ്ങാൻ പറ്റുന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, താങ്ങിക്കാണ്ട് അവരെന്ത് ചെയ്യുക, ചടക്കളൻ്റെ ഡെസ്റ്റിനേഷനിലോ അല്ലെങ്കിൽ ബ്രഷിങ് ഡെസ്റ്റിനേഷനിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുപോയി ഇരുത്തി അവരൊരു മൂഡ് നല്ല രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ചെറുതായിട്ട് ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും വീട്ടിലെ പെണ്ണുങ്ങളാകുമ്പോൾ അവർ 100 കണക്കിന് ജോലി ചെയ്യുന്ന ഇടയിൽ കൂടെയൊക്കെ മക്കളെ വിളിക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഷൗട്ട് ചെയ്ത് കണ്ട് വിളിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അതിൽ പലപ്പോഴും എന്ത് ചെയ്യും, അവരുടെ മൂഡ് 100% എന്ത് ചെയ്യൂല, ഒരു ഹാപ്പി മൂഡ്ക്ക് എത്തൂല. പക്ഷേ അതിനുള്ള സമയം എന്താണെന്ന് വെച്ചാൽ ഉപ്പമാർ വീട്ടിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിശ്ചിത സമയ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ആ രീതിയിലേക്ക് ഉണർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ദിവസം ഉണ്ടല്ലോ ഫുള്ള് വൈബ് ആൻഡ് ഫുള്ള് പോസിറ്റീവ് ആയിക്കാരം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പമാരൊക്കെ എന്ത് ചെയ്യണം, 100% ശ്രമിക്കണം. മക്കൾക്ക് രാവിലെ എണീക്കുമ്പോൾ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും എല്ലാവരും പോകേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളടക്കം ജോലിക്ക് പോകേണ്ട എങ്ങനെ ഒരു മൂഡ് ചിലപ്പോൾ ഇല്ലാതെയൊക്കെ പോകേണ്ടത്. കാരണം ജോലി ചെയ്യണം, അധ്വാനിക്കണം, സമ്പാദിച്ചു കൊണ്ടുവരണം എന്നുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് പാർട്ടാണ്. 100% ഫ്രീ ആയിട്ട് എടുക്കാൻ എല്ലാവർക്കും താല്പര്യം. അതേപോലെ തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾക്ക് പോകാതിരിക്കാനും മദ്രസ പോകാതിരിക്കാനും അങ്ങനെ മറ്റുള്ള ഇതിലൊന്നും പോകാതിരിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഉണർത്താൻ. അപ്പോഴാണ് മക്കൾക്ക് 100% എല്ലാത്തിനും ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഹിയർ ഇസ് യുവർ ഷാജഹാൻ. വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക്. ബൈ ബൈ.